ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബദാം മിൽക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബദാം മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബദാമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ബദാമാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് കുതിർത്തി എടുക്കണം, അതുപോലെ തന്നെ തൊലിയും കളയണം. അപ്പോൾ പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് അടച്ച് വെക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് ഇളകി കിട്ടും. ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ തൊലിയൊക്കെ ഇളകി കിട്ടും. അപ്പോൾ നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. എല്ലാതും തൊലി കളഞ്ഞിട്ടുള്ള ബദാം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടത്തിന് അരച്ചെടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ്, അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരട്ടെ. പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിനായിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ സാഫ്രോൺ കുങ്കുമം കൂടി ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. പിന്നെ മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു ഇളം മധുരമാണ് ഈ ഡ്രിങ്കിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും ഏലക്കപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് പാല് നന്നായിട്ടും ചൂടായിട്ട് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ബദാം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കണം. നമുക്ക് പാല് തിളച്ച് പോവരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ബദാം പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചാൽ പിന്നെ ചെറിയ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റെങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ആ സാഫ്രോൻ്റെ കളറും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് ലൈറ്റ് യെല്ലോ കളറൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടണമെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റെങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ചെറിയൊരു തിക്നെസ്സൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടല്ല, ചെറിയൊരു തിക്നെസ്സൊക്കെ ഉണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അവസാനമായിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറണ്ട, ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യണം. അപ്പോഴാണ് ഇത് കുടിക്കാൻ ടേസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം, പക്ഷേ ഇളം ചൂടോട് കൂടിയിട്ടാണ് ഈ ബദാം മിൽക്ക് സാധാരണ നമ്മൾ സെർവ് ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് വരുന്ന ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ചൂടോട് കൂട്ടിയിട്ടുള്ള ഡ്രിങ്ക് സെർവ് ചെയ്യണമെന്ന് തോന്നുന്ന ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടി മുകളിലിട്ടിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ കടിക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബദാം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് സാഫ്രോണും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.